ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ജാസ്ട്രി മീഡിയ. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളം എന്ന സ്ഥലത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള വളരെ മനോഹരമായ ഒരു മുനമ്പാണ് സാമ്പ്രാണിക്കോടി. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി എത്തിച്ചേർന്നിരിക്കുന്നത് ഈ മുനമ്പിലേക്കാണ്. ഞങ്ങൾ കുടുംബസമേതമാണ് ഈ മുനമ്പിലേക്ക് എത്തിച്ചേർന്നത്. ഈ മുനമ്പിലേക്ക് പോകാനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രത്യേക വിനോദസഞ്ചാര പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. അത്രയും വളരെ മനോഹരമായ ഒരു മുനമ്പാണ് സാമ്പ്രാണിക്കോടി. 14-ാം നൂറ്റാണ്ടിൽ ചൈനീസ് ചെറുകപ്പൽ ചമ്പ്രാണി ഈ കായൽക്കരയിലാണ് കിടന്നിരുന്നത്. അതിനാലാണ് ഈ പേര് കിട്ടിയത് എന്ന് കരുതപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിൽ സാമ്പ്രാണിക്കോടി, പ്രാക്കുളം എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് അക്കാലത്ത് ചരക്ക് കൊണ്ടുപോകുവാനും കൊണ്ടുവരാനും കടവുകൾ ഉണ്ടായിരുന്നു. അഷ്ടമുടിക്കായലിൻ്റെ മധ്യത്തിൽ രൂപം കൊണ്ട ഒരു ചെറിയ തുരുത്താണിത്. ഇത് ഒരു മനുഷ്യ നിർമ്മിത തുരുത്ത് എന്ന് വേണമെങ്കിൽ പറയാം. കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാതയ്ക്ക് വേണ്ടി നീക്കം ചെയ്ത മണ്ണ് കായലിൽ തന്നെ നിക്ഷേപിച്ചതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു തുരുത്ത് രൂപം കൊണ്ടത്. തുറസായി കിടക്കുന്ന ഈ മനോഹരമായ ദ്വീപിലേക്ക് വരുവാൻ ചെറുവെള്ളങ്ങളും ബോട്ട് സർവീസുകളും ഒക്കെയുണ്ട്. അഷ്ടമുടിക്കായലിൻ്റെ നടുക്ക് അരയ്ക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാം എന്നതാണ് സാമ്പ്രാണിക്കോടിയിലെ പ്രധാന ആകർഷണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച്, അതായത് കുടുംബവും ഒന്നിച്ച് ഈ മനോഹരമായ സ്ഥലം കാണാൻ വന്നിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് വളരെ കുറച്ചു ദൂരം മാത്രമേ ഇവിടേക്ക് വരുവാനുള്ളൂ. ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഇതിനുള്ളിൽ പ്രവേശിക്കാൻ കുറച്ച് നിയന്ത്രണമുണ്ട്. കാരണം ഒരേ സമയം 100 മുതൽ 150 ആളുകൾ മാത്രമേ ഇതിനുള്ളിൽ പ്രവേശിക്കുവാൻ അനുവാദമുള്ളൂ. നിലവിൽ 3 സ്ഥലങ്ങളിൽ നിന്ന് സാമ്പ്രാണിക്കോടിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. പ്രാക്കുളം, കുരിപ്പുഴ ബോട്ട് ചട്ടി, മൺട്രോത്തുരുത്ത് എന്നിവിടങ്ങളിൽ നിന്നും ബോട്ട് സർവീസുകളുണ്ട്. അങ്ങനെ ഞങ്ങളും സാമ്പ്രാണിക്കോടി കാണുവാനെത്തി. വളരെ മനോഹരമായ കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാൻ പറ്റുന്ന, അത്രയും പ്രകൃതിയുടെ ഒരു ഭംഗിയെല്ലാം നിലനിൽക്കുന്ന, ഒരു കണ്ണിന് കുളിർമ നൽകുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് സാമ്പ്രാണിക്കോടി. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ഒരു സൈഡിൽ വളരെ വിശാലമായി നീണ്ടു നിവർന്ന് കിടക്കുന്ന കടലും, ഒരു സൈഡിൽ അഷ്ടമുടിക്കായലിൻ്റെ ഭംഗിയും അതിൻ്റെ കരയുടെ ഭംഗിയും ഒക്കെ കാണാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു വ്യൂ ഉള്ളത്. അത്രയും നല്ല വൈബായിട്ടുള്ള ഒരു സ്ഥലമാണ് സാമ്പ്രാണിക്കോടി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ സ്ഥലം തീർച്ചയായും ഇഷ്ടപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്ന് പറയുന്ന തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വളരെ മനോഹരമായ, അതായത് സ്വാദിഷ്ടമായ കായൽ വിഭവങ്ങളും കടൽ മത്സ്യവിഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് കഴിക്കുവാൻ ലഭിക്കുന്നതാണ്. അത്രയേറെ സ്വാദിഷ്ടമായ കായൽ മത്സ്യങ്ങളും അതുപോലെ തന്നെ കടൽ മത്സ്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് കൊല്ലം ജില്ലയിലെ ഈ പ്രദേശം. കായൽ സമ്പത്തും കടൽ സമ്പത്തും ഒരുപോലെ ലഭിക്കുന്ന ഇത്രയും മനോഹരമായ ഒരു സ്ഥലം കേരളത്തിൽ മറ്റ് എങ്ങും എവിടെയും കാണാൻ തന്നെ സാധിക്കുകയില്ല. ഇവിടെ വരുന്നവർക്ക് തൃക്കരുവ ഗ്രാമപഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിൽ വിശാലമായ പെയ്ഡ് പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വരുന്നവർ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വന്നാൽ നല്ല പാക്കേജ് ലഭിക്കുന്നതാണ്. ഫുഡ് ഉൾപ്പെടെ ഒരു ദിവസം കായലിൽ കൂടി കറങ്ങാനും മൺട്രോത്തുരുത്ത്, സാമ്പ്രാണിക്കോടി, അതുപോലെ കൊല്ലം ജില്ലയുടെ മറ്റ് ട്രഡീഷണൽ ഫുഡുകൾ ആസ്വദിക്കാൻ പറ്റുന്ന കുറഞ്ഞ ചിലവിലുള്ള ടൂർ പാക്കേജുകൾ ലഭ്യമാണ്. കൊല്ലം KSRTC ബസ് സ്റ്റേഷന് മുൻപിൽ ഡെയിലി വരുന്ന വിനോദസഞ്ചാരികൾക്കായി ബുക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സാമ്പ്രാണിക്കോടിയിലും ഇതിനുള്ള സൗകര്യമുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്താൽ ഏകദേശം 8 പേർക്ക് 2000 മുതൽ 2500 രൂപ വരെയുള്ള നല്ല ഫുൾ ഡേ പാക്കേജുകൾ ഇവിടെ ലഭിക്കുന്നതാണ്.
നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അത്രയും മനോഹരമായ ഒരു സ്ഥലമാണ്. അതുപോലെ നിങ്ങൾക്ക് സാമ്പ്രാണിക്കോടിയിൽ വന്നതിന് ശേഷവും മൺട്രോത്തുരുത്തിലേക്കും പ്രാക്കുളത്തേക്കും ഒക്കെ പോകുവാൻ അവിടുന്ന് വള്ളം, അതായത് നമ്മുടെ സാധാരണ വള്ളമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വള്ളത്തിലൂടെ മൺട്രോത്തുരുത്തിന് നടുവിലൂടെ പോകുവാനും അതുപോലെ തന്നെ കായലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ അഷ്ടമുടിക്കായലിൻ്റെ ജലപ്പരപ്പിനെ അതിമനോഹരമായി ആസ്വദിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ല നല്ല കണ്ണിന് കുളിർമ നൽകുന്ന അത്രയേറെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കുവാനും സാധിക്കും. ഇവിടെ നിന്ന് മൺട്രോത്തുരുത്തിലേക്ക്, അതായത് സാമ്പ്രാണിക്കോടിയിൽ നിന്ന് മൺട്രോത്തുരുത്തിലേക്ക് വള്ളത്തിൽ പോകുവാൻ 100 രൂപ മാത്രമേ ഉള്ളൂ. അത്ര കണ്ണിന് കുളിർമ നൽകുന്ന മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ആസ്വദിച്ച് അടിച്ച് പൊളിച്ച് ഇവിടെ നിന്ന് പതുക്കെ ഇറങ്ങി. അതുപോലെ തന്നെ പ്രൈവറ്റായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ധാരാളം ടൂർ പാക്കേജുകളും ഒക്കെ ഇവിടെ ലഭിക്കുന്നതാണ്. അതുപോലെ ഹോട്ടൽ ടൂർ പാക്കേജുകളും ഒക്കെ ഉണ്ട്. ഹോട്ടലിൽ നിന്ന് ട്രഡീഷണൽ ഫുഡുകൾ നിങ്ങൾക്ക് കഴിക്കുവാൻ സാധിക്കും. അവരുടെ പാക്കേജ് കുറച്ച് റേറ്റ് കൂടുതലാണ്, എങ്കിലും നിങ്ങൾക്ക് വളരെ മനോഹരമായ പാക്കേജുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ മനോഹരമായ ഈ കായലിൻ്റെ ഓളപ്പരപ്പുകളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം ജാസ്ട്രി മീഡിയ എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു. അപ്പോൾ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള വീഡിയോ ഇടുവാനുള്ള പ്രേരണ. അതിനാൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെയും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ശുഭദിനം നേരുന്നു. നിങ്ങളുടെ സ്വന്തം ജാസ്ട്രി മീഡിയ. ബൈ ബൈ.